മിസ്റ്റർ പിള്ള, നിങ്ങൾ അകത്തേക്ക് വരണമെന്നില്ല. സാർ, ഞാൻ വന്നത് ലെനിൻ സെന്ററിൽ വർക്കിച്ചായം വിളിച്ചിരുന്നു. CM-ന്റെ ഇലക്ഷൻ പ്രോഗ്രാം 14 തീയതിയാണ് ഞാനങ്ങ് പറയുകയും ചെയ്തില്ലേച്ചോ. ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ പ്രോഗ്രാം സ്റ്റേറ്റ് പോലീസിലെ DGP ആണ് തീരുമാനിക്കുന്നത് വരുന്ന മണ്ടന്മാരൊന്നും ഞങ്ങളുടെ ലെനിൻ സെന്ററിൽ ഇല്ല. അതൊക്കെ വർക്കിച്ചായ നേരത്തെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേസ് തെളിയിക്കാൻ പോയ ഈ പിള്ളേർക്ക് എന്ത് തടഞ്ഞൊന്നും അറിയണം. ഉടനെ പാവം പിടിച്ച ലെനിന്റെ പെടലിക്ക് പിടിച്ചൊരുന്നോണം. മാർക്സിനെ മാർക്സിസം പഠിപ്പിക്കല്ലേ. ഇവര് ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ സാർ. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ട്. തുരുമ്പിച്ചൊരു IPS കഷ്ണം. ഇത് ചിലപ്പോൾ സാറിന്റേതാകാം എന്ന് പറഞ്ഞ് ഞാൻ വരട്ടുന്നില്ല. സാർ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാവണം. യെസ് സർ. അതാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ കരുതിക്കോളൂ. ശരി സാർ. വഴിമാറണം. എന്തായി സേവിയർ? സർ, കാസറ്റിൽ കണ്ട മാൽപ്രോ സിഗരറ്റിന്റെ പാക്കറ്റ് ഈ പ്രോപ്പർട്ടി ലിസ്റ്റിലില്ല. മഹസർ ഇടുന്നതിന് മുമ്പ് ആരോ അത് മാറ്റിയിരിക്കുന്നു. ഈ IPS മുദ്ര ഒരുപക്ഷെ മായാപിള്ളയുടെ യൂണിഫോമിൽ നിന്ന് തികച്ചും യാദൃശ്ചികമായി മുറിയിൽ വീണുപോയതാവാം. അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിനിടയിൽ പിള്ളയുടെ യൂണിഫോമിൽ നിന്ന് അടർന്നു വീണതാവാം. ഇത് നമുക്കൊരു ലീഡ് എവിഡൻസ് ആയി എടുത്തൂടെ സർ? രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഈ മായാപിള്ളയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ല. ആ സ്ഥിതിക്ക് അവരുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് പാക്കറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയണം. അതറിയാൻ എന്തിരിക്കുന്നു? വർഷങ്ങളായിട്ട് DGP പിള്ള വലിക്കുന്ന സിഗരറ്റ് മാൽബറോ ആണെന്നുള്ള കാര്യം ആർക്കാ അറിയാൻ വയ്യാത്തത്? എന്റെ അഭിപ്രായത്തിൽ കമ്മീഷണർ കൊല്ലപ്പെട്ട ദിവസം പിള്ള അവരുടെ ബെഡ്റൂം വരെ കടന്നിട്ടുണ്ടാവണം. ഒരുപക്ഷെ കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും. പിന്നാണ് അയാൾ അതിനെപ്പറ്റി ഓർത്തത്. അതുകൊണ്ടാണ് മഹസറിൽ സിഗരറ്റ് ഉൾപ്പെടാതെ പോയത്. എങ്കിൽ പിന്നെ വീഡിയോ കാസറ്റിൽ സിഗരറ്റ് പാക്കറ്റ് എങ്ങനെ വന്നു? അയ്യോ, ആ കുട്ടി മഹസർ എഴുതുന്നതിന് മുമ്പല്ലേ വീഡിയോ കവറേജ് നടന്നത്. ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പിള്ള ഉച്ചയ്ക്ക് 12:30 മണിക്ക് എഴുതിയ മഹസറിൽ സിഗരറ്റിന്റെ പരാമർശം ഇട്ടു. പക്ഷേ രാവിലെ 7:05 നടന്ന വീഡിയോ കവറേജിൽ സിഗരറ്റ് പാക്കറ്റ് പതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ച് മാത്രം പിള്ളയെ സംശയിക്കാൻ ഒക്കില്ല. ലോകത്ത് DGP പിള്ള മാത്രമല്ല മാൾബറോ സിഗരറ്റ് വലിക്കുന്നത്. ഒരു ലൂപ്പ് ഹോൾസും ഇല്ലാത്ത ഒരു സോളിഡ് എവിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. ഈ മായാപിള്ള ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി. അതൊക്കെ ഓർഡറിൽ സുമിത്ര പൊതിഞ്ഞു കെട്ടി മായാ സാറിന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. ആദ്യം ഓർഡറിൽ സുമിത്ര, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. ഇപ്പൊ ലഞ്ച് ബ്രേക്ക്. ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എന്റെ സഖാക്കളെ. എന്താ കുഞ്ഞത്? ഒന്ന് ശരിക്കും ഇരുന്നാട്ടെ. ആ കയ്യൊന്ന് നീട്ടിയാട്ടെ. ആരോടോ ഇട്ടംപിള്ള? ഞാനാണേ. വാ. മരിച്ചുപോയ മായാപിള്ള അറിയോ? എന്റെ സ്വന്തം മോളായിരുന്നു സാറേ അവള്. ഏത് ഭാര്യ? രണ്ടാമത്തെ ഭാര്യ. മൊത്തം എത്ര സംബന്ധം കഴിഞ്ഞു? 5. തനിക്ക് ഇവിടാണോ ജോലി? അല്ല, ഇട്ടനൊരാട്ടക്കാരനാ. കാവടിയാട്ടം സീസണിൽ ആടാൻ പോകും. ഏതാ പയ്യൻ? കുട്ടൻ തമ്പുരാൻ. ഈ കോലകത്തെയാ. തമ്പുരാന് തലയ്ക്ക് ചൂടുള്ളതുകൊണ്ട് തളം വെക്കാനാ ഞാനിവിടെ വന്നത്. ഈ രണ്ടാമത്തെ ഭാര്യയിൽ തനിക്ക് എത്ര മക്കളുണ്ട്? മായ മാത്രം. പാവങ്ങൾ. അമ്മയും മോളും മരിച്ചു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. തന്നെ ആരും കൊന്നില്ലേ? മകളുടെ ശവം കാണാൻ പോലും അച്ഛൻ ചെന്നിരുന്നില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. കാണാൻ എനിക്ക് യോഗം ഉണ്ടായില്ല സാറേ. ഞാൻ ആടാൻ പളനിക്ക് പോയിരിക്കുകയായിരുന്നു. ചിത വെക്കുന്നവരെ കാത്തു. ഇയാളെ കണ്ടില്ല. മകൾ ആത്മഹത്യ ചെയ്താണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്? ഇതുപോലെ അവളുടെ അമ്മയും ആത്മഹത്യ ചെയ്യായിരുന്നു സാറേ. ജീവിച്ചിരുന്നപ്പോ മകളെ അച്ഛന് വേണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സാധനങ്ങളെല്ലാം നുള്ളിപ്പെറുക്കിയെടുക്കാൻ താൻ 4 കൈയും നീട്ടി അങ്ങോട്ട് ചെന്നല്ലോടോ. താൻ എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? സിഗരറ്റ് പാക്കറ്റോ? അതെ, സിഗരറ്റ് പാക്കറ്റ്. അതിനവർക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നല്ലോ സാറേ. തൽക്കാലം കേസ് അന്വേഷണം തീരുന്നതുവരെ പുറത്ത് കാവടിയാട്ടം വേണ്ട. അതല്ല ആടിയെ തീരുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ ആടിക്കാം. അഗ്നിക്കാവടി. കിട്ടാൻ കേട്ടല്ലോ.
സർ മൂസ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രതാപ് വർമ്മയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. എന്താ കൂട്ടി സർ? ഒരു കളം അവൻ നമ്മളെ കയറിവെട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് RD യുടെ പേരിൽ അലിഗേഷൻ. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി മരിക്കുന്നു, ലോക്കപ്പ് മരണം. നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും വലിയ ആയുധമില്ല ആർഡിൽ. ആരാ നീ? അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. സെർച്ച് കഴിയുന്നവരെ അനങ്ങി പോരുത്. വി ആർ ഫ്രം റവന്യൂ ഇന്റലിജൻസ്. സഹകരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയ കുടിലുകളുടെയും കൊട്ടാരങ്ങളുടെയും കണക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. യു ഫൂൾ! ഈ കൊട്ടാരത്തിന്റെ അകത്ത് കയറി എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിനക്കൊക്കെ അധികാരം തന്നത്? ഞാൻ ജില്ലാ കളക്ടർ ഇന്ദിരാ നായനാർ. എനിക്ക് ഈ കൊട്ടാരത്തിൽ കയറാൻ നിങ്ങളുടെ പോലും അനുവാദം വേണ്ട. അന്തപുരത്തിലെ പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയറകൾ ഓരോന്നായി തുറന്നു കാണിക്കണം തമ്പുരാൻ. നടക്കട്ടെ. എങ്കിലും കളക്ടറോട് ഒരു അപേക്ഷയുണ്ട്. ഇവിടുത്തെ അടുത്തറ ഇളക്കി മറിക്കാൻ പോകുന്ന പാവം SSLC പോലീസുകാരൻ അറിയില്ല ചവിട്ടി നിൽക്കുന്ന ഈ രാജകൊട്ടാരത്തിന്റെ പരിശുദ്ധി. അത് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നൊരിക്കൽ കളക്ടറും മന്ത്രിയും കൂടി പടയൊഴുക്കത്തിന് അകമ്പടി വരാൻ പറഞ്ഞാൽ ഓടി വരാൻ പാവം ഈ പോലീസുകാരന് ശേഷി ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നവർ ഇത്തരം കാക്കി മൊഴികളൊന്നും ഈ പൊണ്ണുമൊബൈലിൽ നിന്ന് വിളിച്ച് പുലമ്പരുത്. താൻ തല്ലി തുറന്ന് അകത്ത് കയറുന്ന നാളുകളിലാണ് പണ്ടത്തെ മഹാന്മാരായ ചക്രവർത്തിമാരെ നാട് ഭരിച്ചിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. കാട്ടുടെയും കൂട്ടുടെയും കൊട്ടാര മത്സരം നടക്കട്ടെ. പൊന്തി വരുന്ന പൊന്നും പൗളും ഒക്കെ എന്നെ ഒന്ന് കാണിക്കാനുള്ള സന്മനസ് ഉണ്ടാകണം കളക്ടർ ഇന്ദിരാ നായനാർക്ക്. ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിവരമറിഞ്ഞ് വിളി തുടങ്ങി. അറ്റൻഡ് ചെയ്തോളൂ. ഇനി അവരോടൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, നീയും നിന്റെ ഭർത്താവുമാണ്. അവിടെ നിൽക്കണം. ഭഗവാനെ രക്ഷിക്കാൻ പോകും നമ്മ തടയരുത് കേട്ടോ. 75 വർഷമായി തെറ്റിക്കാത്ത പതിവാ. സെർച്ച് കഴിയുന്നവർ ആരും ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ഏത് വലിയ അമ്പരാനാലും ശരി. സേവിയർ ആരോടാണ് കരുത്തുന്നറിയാമോ? പൊന്നുമ്പരാൻ ക്ഷമിക്കണം, പതിവ് തെറ്റിക്കണ്ട. ചെന്നാട്ടെ. സന്തോഷമായി. നമ്മ തടഞ്ഞതിന് ഇയാളോട് പരിഭവിക്കണ്ട കേട്ടോ. അയാൾ അയാളുടെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പോട്ടെ.